പ്രാണബുദ്ധി മനസ്വാത്മധാരാപത്യ ധനാദയ യൽ സമ്പർക്കാൽ പ്രിയ ആസൻ തതക്കോന്വപരപ്രിയ. ചോദിക്കുക, നമ്മുടെ ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ജീവനുള്ളപ്പോഴല്ലേ അന്യർക്കോ അല്ലെങ്കിൽ അന്യശരീരം നമുക്കോ പ്രിയാവുള്ളൂ? ഭാര്യ ഭർത്താവിന് പ്രിയാവണമെങ്കിൽ ഭാര്യയ്ക്ക് ജീവൻ വേണം, ഭർത്താവിന് ജീവൻ വേണം. ജീവനുള്ള ഭാര്യയല്ലേ ഭർത്താവിന് വേണ്ടത്? ജീവനുള്ള ഭർത്താവിനല്ലേ ഭാര്യയ്ക്ക് വേണ്ടത്? ജീവനുള്ള മക്കളല്ലേ അച്ഛനമ്മയ്ക്കും വേണ്ടത്? ജീവനുള്ള ഇല്ലാത്ത ആളെ വേണോ? മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ പ്രാണൻ പ്രവർത്തിക്കുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത്, ശരീരം പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ജീവനോടുകൂടി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, ബന്ധുക്കൾ പോരാ, ധനാദയ, എൻ്റെ വീട്, എനിക്ക് വീട്, എൻ്റെ പണം, ഇങ്ങനെയൊക്കെ വിചാരിച്ച് അതിലൊക്കെ നമ്മൾ മമത വയ്ക്കും. എന്താ ഭഗവാന്റെ പ്രായോഗിക വേദാന്തം? നമ്മളൊക്കെ ഇതൊക്കെ ഇതല്ലേ പ്രാക്ടിക്കലായിട്ടുള്ളത്? അല്ലാണ്ട് അവനവൻ്റെ കടമകളും കർത്തവ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ എവിടെ പോയിട്ട് ഭഗവാനെ ഭയിച്ച് മുക്തനാവാനാ പോണേ? പറ്റില്ല. മനസ്സിലായോ? കുട്ടികൾ പഠിച്ചുകൊള്ളൂ. പഠിക്കുന്നത് കൃഷ്ണന് വേണ്ടി പഠിക്കൂ, കൃഷ്ണാർപ്പണം ചെയ്ത് പഠിക്കൂ. അപ്പോൾ പഠിത്തത്തിലൂടെ നിങ്ങൾക്ക് കൃഷ്ണനെ പ്രാപിക്കാം.